മലയാള സിനിമയിലെ ജനപ്രിയ താരദമ്പതിമാർ ആയിരുന്നു നടൻ ദിലീപും ഭാര്യ മഞ്ജു വാര്യറും. പ്രണയിച്ച് വിവാഹം ചെയ്തവർ ആയിരുന്നു ഇവർ. 1998 ഒക്ടോബർ 20 വിവാഹിതരായ ഇരുവരും വ്യക്തിപരമായ കാരണങ്ങളാൽ 16 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം 2015 വേർപിരിഞ്ഞത്. സിനിമയിൽ തുടക്കക്കാരനായ ദിലീപ് അന്നത്തെ സൂപ്പർ നായികയായ മഞ്ജുവിനെ വിവാഹം ചെയ്തത് പലരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. സിനിമാ മേഖലയിലെ ദിലീപിൻ്റെ പല സുഹൃത്തുക്കളും ഇവരുടെ പ്രണയത്തിനു സാക്ഷിയായിരുന്നു. അതിൽ ഒരാളായിരുന്നു ദിലീപിൻ്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ ലാൽ ജോസ്. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു മറവത്തൂർ കനവ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ദിവ്യ ഉണ്ണി അവതരിപ്പിച്ച കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് മഞ്ജു വാര്യർ ആയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലേക്ക് മഞ്ജു വരുന്നതിൽ മഞ്ജുവിൻ്റെ അച്ഛന് എതിർപ്പുണ്ടായിരുന്നു എന്നും അതിൻ്റെ കാരണം എന്താണെന്നും തുറന്നു പറയുകയാണ് ലാൽ ജോസ് ഇപ്പോൾ. ആ സിനിമയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായി. ആരൊക്കെ അഭിനയിക്കണം എന്നായിരുന്നു തീരുമാനം എടുക്കുന്നത്. മോഹിനിയും ബിജുമേനോനും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുവാൻ തീരുമാനമെടുത്തു. അവർ മറവത്തൂരിൽ കൃഷി ചെയ്യാൻ വരുന്നു. മുത്തശ്ശിയായിട്ട് സുകുമാരി ചേച്ചിയെ തീരുമാനിച്ചു. മുത്തശ്ശിയുടെ പേരക്കിടാവായിട്ട് മഞ്ജു വാര്യർ, ബിജുമേനോൻ്റെ ചേട്ടനായി മമ്മൂക്ക. അങ്ങനെ മേജർ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോൾ മഞ്ജുവിൻ്റെ അച്ഛൻ ഈ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് എന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നും അറിയിച്ചു. അതിൻ്റെ കാരണമായി പുള്ളി പേഴ്സണൽ സർക്കിളിൽ പറഞ്ഞത് ഞാനും ദിലീപും തമ്മിലുള്ള സൗഹൃദം ആയിരുന്നു. മഞ്ജു വന്നാൽ എൻ്റെ സെറ്റിലേക്ക് ദിലീപ് കാണാൻ വരും. ഞാൻ അതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അദ്ദേഹം ഭയന്നു. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് നായികയായി ദിവ്യ ഉണ്ണി എത്തിയത് എന്നാണ് ലാൽ ജോസ് പറഞ്ഞത്.